ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. RRB NTPC നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവർക്കും അറിയാം. അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് പ്രധാനമായിട്ടും RRB NTPC ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്. അതെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാമെന്നും ഏത് രീതിയിൽ അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അതായത് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവരും ഒക്കെ ഒരു ഡൗട്ട് ഉണ്ട്, ഏത് രീതിയിലാണ് ക്ലിയർ ചെയ്യേണ്ടത്, ഏത് രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നൊക്കെ ഒരു സംശയം ഉണ്ടാവും. അത് നമ്മൾ ഈ വീഡിയോയുടെ കംപ്ലീറ്റ് ആയിട്ട് തീർത്ത് തരികയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനായി കാണാൻ പോവുക. ഓക്കെ, ഇവിടെ നമ്മൾ വീഡിയോയിലേക്ക് കയറുമ്പോൾ, അതായത് നമ്മുടെ സൈറ്റിലേക്ക് കയറുമ്പോൾ ആദ്യമായിട്ട് RRB ചെന്നൈയുടെ സൈറ്റാണ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ എപ്പോഴും അപേക്ഷിക്കാൻ വേണ്ടി വെബ്സൈറ്റിൽ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, RRB NTPC ആപ്ലിക്കേഷൻ ഒന്നും അടിച്ചു കൊടുക്കരുത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സൈറ്റുകളിലേക്ക് നിങ്ങളെ ഡീഡയറക്റ്റ് ചെയ്തുകൊണ്ടു, അതായത് ഇത്തരം കോഴ്സുകൾ ചെയ്യുന്നവരുടെ അടക്കം സൈറ്റുകളിലേക്കായിരിക്കും നിങ്ങളെ ഡീഡയറക്റ്റ് ചെയ്തുകൊണ്ടു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു RRBയുടെ പേരടിച്ചു കൊടുക്കുക. ഒന്നുകിൽ RRB തിരുവനന്തപുരം എന്നോ, അല്ലെങ്കിൽ RRB ചെന്നൈ എന്നോ, അല്ലെങ്കിൽ RRB ബാംഗ്ലൂർ എന്നോ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഏത് RRB വഴി കയറിയാലും നിങ്ങൾക്ക് ഏത് RRBയിലേക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് RRB ചെന്നൈ വഴി കയറിയിട്ട് നിങ്ങൾക്ക് RRB മുംബൈയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ആ ഒരു പ്രിഫറൻസ് കൊടുത്ത് കയറാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഒന്നുമില്ല, നമുക്ക് ഏതെങ്കിലും ഒരു RRB കൊടുത്ത് കയറാവുന്നതാണ്. ഇവിടെ ഞാൻ RRB ചെന്നൈ എന്ന് ടൈപ്പ് ചെയ്ത് RRB ചെന്നൈയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. നമുക്ക് RRB ചെന്നൈയിലേക്ക് ക്ലിക്ക് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ അതിനകത്ത് ആദ്യം തന്നെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണാൻ പറ്റും. അതിൽ കൂടുതൽ നിങ്ങൾ താഴേക്കൊന്നും പോകണ്ട. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ CE നമ്പർ 05/2024 എന്നൊരു ഡീറ്റെയിൽ നമുക്ക് കാണാൻ പറ്റും. ആ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിനേക്കാളും മുമ്പ് നമുക്ക് ക്ലിക്ക് ഹിയർ ടു അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രൊസീജിയർ. ഇവിടെ കയറുമ്പോൾ നമ്മൾ എത്തുന്നത് RRBയുടെ കോമൺ ആയിട്ടുള്ളൊരു സൈറ്റിലേക്കാണ്. ഇവിടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് എന്നൊക്കെ എഴുതിയൊരു ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് നമുക്ക് കാണാൻ പറ്റും. അതിന് മുകളിലായിട്ട് വലത് സൈഡിൽ ഉയരത്തിലായിട്ട് ഒരു മെറൂൺ കളറിൽ അപ്ലൈ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ അപ്ലൈ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും രണ്ട് ബട്ടണുകൾ ഓപ്പൺ ആയിട്ട് വരും. അതിലൊന്ന് ക്രിയേറ്റ് ആൻ അക്കൗണ്ടും മറ്റൊന്ന് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ടും. ഇവിടെ ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം RRB JE, RRBയിലെ സബ് ഇൻസ്പെക്ടർ, റെയിൽവേയിലെ തന്നെ കോൺസ്റ്റബിൾ, ALP, ഇങ്ങനെ കുറച്ചധികം തസ്തികൾ ഈ വർഷം വിളിച്ചിരുന്നു. ഈ വർഷം കഴിഞ്ഞ വർഷം അവസാനമായിട്ട് വിളിച്ചിരുന്നു. അപ്പോൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു തവണ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി പുതിയ അക്കൗണ്ടുകളൊന്നും ക്രിയേറ്റ് ചെയ്യേണ്ട. ആ ഒരു അക്കൗണ്ട്, അതായത് ഓൾറെഡി ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ അന്ന് കൊടുത്ത മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ IDയും അതിൻ്റെ പാസ്വേഡും എൻ്റർ ചെയ്ത് നിങ്ങൾക്ക് കയറാവുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ വളരെ ഈസി ആയിട്ട് ചെയ്തു പോകാം. ഇവിടെ നമ്മൾ അക്കൗണ്ട് ഇല്ലാത്ത ഒരാളെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അക്കൗണ്ട് ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോവുകയാണ്. അതായത് നമുക്ക് നിലവിൽ RRBയിൽ ഇതുവരെ അപ്ലൈ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ RRBയിൽ അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു കുട്ടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, അപേക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ മെസ്സേജ് ആയിട്ട് വരുന്നത്. അതായത് ഇതിന് മുമ്പുള്ള കുറച്ച് നോട്ടിഫിക്കേഷനുകളും അതിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അതുണ്ടെങ്കിൽ നിങ്ങൾ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട എന്ന് കൃത്യമായിട്ടത് പറയുകയാണ്. നമ്മളിവിടെ ഓക്കെ കൊടുത്തേക്കുക. ഓക്കെ കൊടുത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യമായിട്ട് ഇതിനകത്ത് ചോദിക്കുന്നത് കൺട്രി, നമ്മുടെ നാഷണാലിറ്റിയെ പറ്റിയാണ് ചോദിക്കുന്നത്. അതായത് ഈ റെയിൽവേയുടെ എക്സാമിനേഷൻ ഇന്ത്യക്കാർക്ക് മാത്രമല്ല എഴുതാൻ പറ്റുന്നത്, സമീപത്തുള്ള നേപ്പാളുകാർക്കും അങ്ങനെ കുറേ അധികം ആൾക്കാർക്ക് എഴുതാൻ പറ്റും. താഴേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ പറ്റും ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ടിബറ്റൻ റെഫ്യൂജീസ്, അങ്ങനെ കുറേ അധികം കാറ്റഗറീസ് ഉണ്ട്. ഇതൊന്നും മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധകമായിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇന്ത്യൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണ്. നെക്സ്റ്റ് നമ്മളിവിടെ നമ്മുടെ പേരാണ് കൊടുക്കേണ്ടത്. ഫുൾ നെയിം കൊടുക്കുന്നു. അതിന് റൈറ്റ് സൈഡിൽ നമ്മൾ ഇതേ പേര് തന്നെ റിപ്പീറ്റ് ചെയ്യണം, കാരണം നമുക്ക് തെറ്റുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ്. അതിനുശേഷം നമുക്ക് പേരിന് എന്തെങ്കിലും മാറ്റമുണ്ടോ, നിലവിലുള്ള പേരിൽ നിന്ന് എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇവിടെ സ്പെസിഫൈ ചെയ്യുക. ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്ന് കൊടുക്കുക, ഉണ്ട് എന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് ആണ് കൊടുക്കേണ്ടത്. അതിവിടെ കൃത്യമായിട്ട് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു കലണ്ടറിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്തു വരും. അതിൽ നിന്ന് നിങ്ങളുടെ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ അതിനുശേഷം നമ്മൾ റീടൈപ്പ് ചെയ്ത് കൊടുക്കണം, റീ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് കലണ്ടർ ഓപ്ഷൻ വരില്ല, നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ജെൻഡർ ആണ്. നമ്മുടെ ജെൻഡർ ഏതാണ്, നിങ്ങൾ മെയിലാണോ ഫീമെയിൽ ആണോ അതോ ഇനി ട്രാൻസ്ജെൻഡർ ആണോ, ഏതാണോ നിങ്ങളുടെ ജെൻഡർ അത് നിങ്ങൾക്ക് ഇവിടെ ഡെഫിനറ്റ്ലി എൻ്റർ ചെയ്ത് കൊടുക്കാം. ആ ജെൻഡർ വീണ്ടും നമ്മളിവിടെ കൊടുക്കുന്ന എല്ലാ ഡീറ്റെയിൽസും വീണ്ടും എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഫാദറിൻ്റെ നെയിമാണ്, അത് റീ എൻ്റർ ചെയ്യണം. അതിനുശേഷം മദറിൻ്റെ പേര് റീ എൻ്റർ ചെയ്യണം. അടുത്തത് ആധാർ വെരിഫിക്കേഷൻ ആണ്. ഇത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമല്ല, വേണമെങ്കിൽ ചെയ്താൽ മതി. പക്ഷേ RRBയുടെ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു ഈ അടുത്ത്. മറ്റൊന്നുമല്ല, ഈ RRBയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം,
ഈ പെട്ടെന്ന് ഈസിലി ആക്സസ് ചെയ്യാൻ വേണ്ടി സെന്ററുകളിലേക്ക് കയറുമ്പോൾ അവിടെ ധാരാളം കുറേ ചെക്കിങ്ങുകളുണ്ട്, ഐ ഡി പ്രൂഫ് ചെക്കിങ്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ ഒരു ഡിഫിക്കൽട്ടി ഒഴിവാക്കാൻ പറ്റും. ആധാർ നമ്മളിതിൽ അപ്ഡേറ്റ് ചെയ്യുക, ഒതന്റിക്കേറ്റ് ചെയ്യുക. അതായത് നിങ്ങൾ ആധാർ നമ്പർ എഴുതി കൊടുത്ത് അടിച്ചു കൊടുത്ത് ഒരു OTP വന്നത് എൻ്റർ ചെയ്ത് കഴിയുന്നതോടുകൂടി നമ്മൾ എന്തായിട്ട് മാറും, ഒതന്റിക്കേഷൻ ആവും. ഇവിടെ അതുപോലും ഇല്ല. നമ്മളിത് ആധാർ നമ്പർ എൻ്റർ ചെയ്ത് ഡീറ്റെയിൽസും കൊടുത്ത് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞാൽ അത് ഒബ്വിയസ്ലി കറക്റ്റായിട്ട് മാറും, ആധാറുമായിട്ട് ഒരു ഇതുമില്ലാതെ മാറും. അതോടുകൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ചെല്ലുമ്പോൾ ഹാളിൻ്റെ മുമ്പിൽ വളരെ ഈസി ആയിട്ട് PSCയുടെ ഒക്കെ സെക്കൻഡ് സ്റ്റേജിലൊക്കെ പോകുമ്പോൾ, അതായത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, അതുപോലെ തന്നെ ഈ ഫിസിക്കലിനൊക്കെ പോകുമ്പോൾ അവിടെ ID പ്രൂഫ് ഒന്നും നമ്മൾ കൊണ്ടുപോകണമെന്നില്ല. നമ്മൾ ജസ്റ്റ് ബയോമെട്രിക്സ് ഒന്ന് എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അവരുടെ മുമ്പിൽ എൻ്റർ ആവുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാൻ പറ്റും, എക്സാമിനേഷൻ ഹാളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റും. അവിടെ ഒരു ഡിഫിക്കൽട്ടി ലെവൽ നമുക്ക് ഇല്ലാതാവും. അതുകൊണ്ട് അത് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എക്സാമിനേഷനിൽ നിന്ന് ഡീബാർ ചെയ്യത്തില്ല. ആ സമയത്തുള്ള പ്രൊസീജിയേഴ്സും ID പ്രൂഫുകളും ബാക്കിയുള്ളതും എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്ത് നിങ്ങളുടെ എല്ലാ ഐഡന്റിറ്റികളൊക്കെ അവിടെ റിവീൽ ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തും. അത് ഒഴിവാക്കാൻ വേണ്ടി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തത് ആധാർ വെരിഫിക്കേഷന് ശേഷം നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. കോൺടാക്ട് ഡീറ്റെയിൽസ് പ്രധാനമായിട്ട് ഇമെയിൽ അഡ്രസ് ആണ്. ഈ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകുന്ന ഇമെയിൽ അഡ്രസ്സുകൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉപയോഗിക്കുമെന്നുള്ളത് തന്നെ കൊടുക്കുക. അതിൽ വരുന്ന OTP ഇവിടെ എൻ്റർ ചെയ്ത് ഒതന്റിക്കേറ്റ് ചെയ്യണം. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. ഇതും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെയിൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെ ചെയ്യുക. അതായത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്ന മൊബൈൽ നമ്പർ കൊടുക്കാതിരിക്കുക. ഇപ്പം റീചാർജ് ചെയ്തില്ലെങ്കിൽ ഫോൺ കട്ടായി പോകുന്ന പ്രശ്നമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഫോൺ നമ്പർ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ എപ്പോഴും യൂസ് ചെയ്യേണ്ടത് ഫോൺ നമ്പറാണ്. ഇനി എപ്പോഴെങ്കിലും നിങ്ങളുടെ പാസ്വേഡ് മറന്നുപോയി കഴിഞ്ഞാൽ അത് റിട്രീവ് ചെയ്തെടുക്കണമെങ്കിൽ ഈ 2 ഓപ്ഷൻ മെത്തേഡ് വഴിയേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിൻ്റെയും OTP ജനറേറ്റ് ചെയ്യുന്ന OTP എൻ്റർ ചെയ്തിട്ട് ഒതന്റിക്കേറ്റ് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ ഇവിടുത്തെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനിയും വീണ്ടും നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടി ഒരു പാസ്വേഡ് നിങ്ങൾ ജനറേറ്റ് ചെയ്യുക. പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് കൊടുത്ത് ആ പാസ്വേഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ശേഷം ഇവിടുത്തെ ക്യാപ്ച കോഡ് കൂടി എൻ്റർ ചെയ്ത് പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇമേജ് അതിനകത്ത് തെളിഞ്ഞു വരും. അതായത് ഈ ഒരു പ്രിവ്യൂവിൻ്റെ ഇമേജ് കൃത്യമായിട്ട് വരും. ആ പ്രിവ്യൂ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, സൂക്ഷിക്കുക. അതോടുകൂടി നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേഷൻ ഓവറായി. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഈ രീതിയിലാണ് ഇതിൻ്റെ 1 ടൈം രജിസ്ട്രേഷൻ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്, ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പം എങ്ങനെയാണ് RRBയിൽ 1 ടൈം രജിസ്റ്റർ ചെയ്യുന്നത്, അതായത് ഇനി വരുന്ന നോട്ടിഫിക്കേഷനുകളിൽ RRBയുടെ തന്നെ +2 യോഗ്യത അനുസരിച്ച് വരുന്ന തസ്തികകൾക്കും ഗ്രൂപ്പ് D തസ്തികയിലേക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരൊറ്റ പ്രൊസീജിയർ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഓൾറെഡി ആവാൻ അക്കൗണ്ട് വഴി കയറി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഗുഡ് ബൈ.